ഒരിക്കലും ഇന്ന ആള് ഇന്ന ധരിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ഇന്ന ആള് ഇത് ധരിക്കണം എന്നുള്ളത് ഈ മതത്തിൽപ്പെട്ടവർ ഇത് ധരിക്കണമെന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല. അതുകൊണ്ട് സത്യം ഒരിക്കലും ഇന്ന ആള് ഇന്ന ധരിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ഇന്ന ആള് ഇത് ധരിക്കണം എന്നുള്ളത് ഈ മതത്തിൽപ്പെട്ടവർ ഇത് ധരിക്കണമെന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല. അതുകൊണ്ട് സത്യം ഇന്ന ആള് ഇന്നത് ഇന്നത് ധരിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ഇന്ന ആള് ഇന്നത് ധരിക്കാൻ പാടില്ല എന്നുള്ളത് ഒരിക്കലും എഴുതാൻ പാടില്ല എന്ന് ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് പറയുന്നത് ആരാണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരു മതം പറഞ്ഞതനുസരിച്ച് വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ച്, കുടുംബ ജീവിതം വേണ്ടെന്ന് വെച്ച്, ശിരോവസ്ത്രവും ശരീരം ആസകലം മൂടിപ്പൊതിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കന്യാസ്ത്രീ ബ്രാക്കറ്റിലിട്ടോളൂ കേട്ടോ, കന്യാസ്ത്രീ ആയിട്ടുള്ള ഒരു വനിതയാണ്, ആ സ്കൂളിന്റെ പ്രിൻസിപ്പളാണ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലും ഈ മാധ്യമങ്ങളിൽ വന്നു നിന്ന് പറയുന്ന അവസരത്തിൽ പോലും ഒരു മതത്തിന്റെ ചിഹ്നവും ഒരു മതത്തിന്റെ നിയമങ്ങളും അതേപടി തന്റെ ശരീരത്തിലേക്ക് ആവാഹിച്ചിട്ടുള്ള, തല മറച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് വന്ന് പറയുന്നത് ഇന്നയാള് ഇന്നത് ധരിക്കണമെന്ന് ഒരിക്കലും എഴുതി വെക്കാൻ പാടില്ല എന്ന്. എങ്ങനെ? അതിന്റെ വിരോധാഭാസത്തെ നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ പറയുന്ന കാര്യത്തിലെ ഇരട്ടത്താപ്പ് ജനം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഒരു സ്കൂൾ വിദ്യാർത്ഥിനി, ആ സ്കൂൾ വിദ്യാർത്ഥിനിയുടെ പ്രായമോ അവരുടെ മതമോ ഇതൊന്നുമല്ല ഇവിടെ വിഷയം. ഇവിടെ ആ സ്കൂളിൽ എത്ര കുട്ടികൾ, കുറി തൊട്ട് പോകുന്ന എത്ര കുട്ടികൾ ഉണ്ടാകുമോ ഇല്ലയോ അതവിടെ ഇരിക്കട്ടെ. ഒരു കുട്ടി തല മറച്ച് വന്നു കഴിഞ്ഞാല്, കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് കേട്ടു, ഈ യൂണിഫോമിനെ മറക്കുന്ന രീതിയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന്. ഒരു തല മറക്കുന്നത് എങ്ങനെയാണ് യൂണിഫോമിനെ മറക്കുന്നത്? തല മറക്കുന്നത് എപ്പോഴെങ്കിലും യൂണിഫോമിനെ മറക്കുമോ? നിങ്ങൾ ഇതിന്റെ ചിത്രങ്ങള്, ആ കുട്ടിയുടെ ചിത്രങ്ങള് പലപ്പോഴും ബ്ലർ ചെയ്തതും അല്ലാത്തതുമായ ഒക്കെ ആ കുട്ടിയുടെ ചിത്രങ്ങൾ, യൂണിഫോം അണഞ്ഞു നിൽക്കുന്ന ആ കുട്ടിയുടെ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ കുട്ടി യൂണിഫോം ധരിച്ചിട്ടാണുള്ളത്. അവിടുത്തെ ഈ പറയുന്ന ഈ പള്ളുരുത്തിയിലെ ഈ സ്കൂളിലെ യൂണിഫോം എന്താണോ ആ യൂണിഫോം ധരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തല മറച്ചിട്ടുണ്ട്. ആ തല മറക്കൽ ശരീരം മൊത്തം മറക്കലാവില്ലല്ലോ. ശരീരത്തിൽ ആ കുട്ടി ഇട്ടിരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് അവിടുത്തെ യൂണിഫോമാണ്. എന്നിട്ടാണ് ഈ പറയുന്നത് തല മറച്ചതിന്റെ പേരില് യൂണിഫോം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ വെയിലത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ, ആ കുട്ടിക്കെതിരെ വാ തുറന്നിട്ടുണ്ടെങ്കിൽ, തല മറച്ചതിന്റെ പേരിൽ ആ കുട്ടിയോട് വാ തുറന്ന് തല മറക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഇത്തരത്തിൽ വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ച്, കുടുംബ ജീവിതം വേണ്ടെന്ന് വെച്ച്, മക്കളെ വേണ്ടെന്ന് വെച്ച്, മതം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തല മറച്ചുകൊണ്ട് ശരീരം മൊത്തം തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് അവിടെ വന്നു നിന്ന് അങ്ങനെ എഴുതി വെക്കാൻ പാടില്ല എന്ന് ഈ സ്ത്രീ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അവരുടെ ശരീരത്തിൽ കുരിശുമാലയുണ്ട്, അവരുടെ ശരീരത്തിൽ തിരുവസ്ത്രമുണ്ട്, അവർ തല മറച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഈ പറയുന്നത് ഈ സ്ത്രീ ചെയ്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? നമ്മുടെ കേരളത്തിലും ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഏറ്റവും അധികം ഉള്ളത് ഈ ക്രൈസ്തവരാണല്ലോ. ഈ ക്രൈസ്തവരിൽ ഈ കന്യാസ്ത്രീകളല്ലാത്തവർ, ബാക്കിയുള്ള സ്ത്രീകൾ, അവരെല്ലാവരും ധരിക്കുന്ന വസ്ത്രം എന്താണ്? അവരൊക്കെ തലമറക്കാറുണ്ടോ? ഇല്ലയോ? അപ്പൊ ഇവരൊന്നും തല മറച്ചിട്ടും ഇവരൊന്നും ധരിക്കുന്ന വസ്ത്രങ്ങളൊന്നും ഇതൊന്നുമല്ലല്ലോ. എന്നിട്ട് ഒരു സഭ പറഞ്ഞതിൽ അല്ലെങ്കിൽ മതം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തിരുവസ്ത്രം എടുത്ത് അണിഞ്ഞുകൊണ്ട് ഇവരുടെ എന്താ പറയേണ്ടത്, വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഈ പറയുന്ന തല മറച്ചുകൊണ്ട് ഇവർ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് മതം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ലേ? എന്നിട്ട് മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി, ആരുമായിക്കോട്ടെ, ഒരു വ്യക്തി, ആ വ്യക്തി തല മറച്ച് വരുമ്പോൾ അത് ഇവിടെ പാടില്ല, അത് യൂണിഫോമിനെതിരാണ്, എല്ലാവർക്കും ഒരു നിയമമാണ്. എന്നിട്ട് അതിന് കാരണം പറയുന്നത് എന്താ? മതേതരത്വ രാജ്യമാ. ഈ മതേതരത്വ രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മതേതരത്വ രാജ്യത്ത് ഓരോ വിദ്യാർത്ഥിക്കും, ഓരോ മനുഷ്യനും, ഓരോ പൗരനും അവന്റെ വിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്, ഇല്ലേ? അവന്റെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നുണ്ട്. അവന്റെ വിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള എല്ലാവിധ അവകാശവും ഈ മതേതര രാജ്യത്ത് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഇനി നിങ്ങൾ പഞ്ചാബിലോ അല്ലെങ്കിൽ സിഖുകാരായിട്ടുള്ള, സിഖ് വിശ്വാസികളായിട്ടുള്ള, സിഖ് മതവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ നിങ്ങളൊന്ന് പോവുക. അവിടെ വരുന്ന ആൺകുട്ടികൾ അവരുടെ ടർബൻ ധരിച്ചല്ലേ അവർ സ്കൂളുകളിൽ എത്തുന്നത്.
എന്നിട്ട് അവിടെ ആരെങ്കിലും ഈ പറയുന്ന മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ യൂണിഫോമിന്റെ പേരിൽ ഈ പറയുന്ന തലമറച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ പുറത്താക്കാറുണ്ടോ? ഇനി ഒന്നും വേണ്ട, നിങ്ങൾ എല്ലാവരും പല ആവർത്തി കണ്ടതായിരിക്കും, കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എല്ലാവരും പല ആവർത്തി കണ്ടിട്ടുണ്ടാകും. അത് ദൃശ്യങ്ങളിലൂടെ കണ്ടിട്ടുണ്ടാകും, നേരിട്ട് കണ്ടിട്ടുണ്ടാകും. നിങ്ങൾക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാകും, നിങ്ങൾക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള പലരുമില്ലേ? ഈ ഫോട്ടോ, നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും വിദ്യാർത്ഥികൾ, ഇത് ഒരു സഭ നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത്രയും വിദ്യാർത്ഥികൾ വളരെ വ്യക്തമായി യൂണിഫോം അണിഞ്ഞിരിക്കുമ്പോൾ അതിനിടയിൽ തിരുവസ്ത്രം ഇട്ടുകൊണ്ട് ഒരു വിദ്യാർത്ഥി ഇരിക്കുന്നു. ഇത് യൂണിഫോമിന്റെ ഭാഗമല്ലേ? ഇവിടെ യൂണിഫോം വേണ്ടേ? ഇത്തരത്തിലുള്ള, ഇത് വെറും ഉദാഹരണം മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചത്. ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ പറയുന്ന സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ഇവരെ ആരും സ്കൂളുകളിലോ കോളേജുകളിലോ ITIകളിലോ ടീച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ ഒന്നും വരുമ്പോൾ അവിടെ ആർക്കും യൂണിഫോമിന്റെ പ്രശ്നമില്ല, അവിടെ ആർക്കും ഈ പറയുന്ന തുല്യത വേണ്ട, അവിടെ ആർക്കും യൂണിഫോമിറ്റി വേണ്ട. ഇതൊന്നും ഈ സമൂഹം ഇവിടെ ഇതൊന്നും ആരും ചർച്ച ചെയ്യാറില്ല. കാരണം ഓരോരുത്തർക്കും അവൻ്റെതായ അവകാശങ്ങളുണ്ട്, അവൻ്റെതായ വിശ്വാസങ്ങളുണ്ട്. അവൻ്റെ വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള അവൻ്റെ അവകാശങ്ങൾ എല്ലാവരും വകവെച്ച് കൊടുക്കുന്നത് തന്നെയാ. പക്ഷേ ഇവിടെ ഒരു വിദ്യാർത്ഥി മാത്രം ഒരു തലയിൽ തട്ടമിട്ട് വന്നു കഴിഞ്ഞാല് എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? അതിന് മരുന്ന് വേറെയാ. ആ മരുന്ന് എന്തായാലും ഇവിടെ കേരളത്തിൽ ആരും കൊടുക്കേണ്ടി വരില്ല. ഇവർക്കൊക്കെ കിട്ടേണ്ടത് പല ഭാഗങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്, അകത്താകുന്നുണ്ട്, അവസാനം ഇരുന്ന് മോങ്ങുന്നുമുണ്ട്. ഞാൻ എല്ലാവരെയും ആക്ഷേപിക്കുകയില്ല, എല്ലാവരെയും അടച്ച് വിമർശിക്കുകയുമല്ല. ഇത്തരത്തിൽ ചില പുഴുക്കുത്തുകൾ ഈ പറയുന്ന ക്രിസ്ത്യൻ സമൂഹത്തിലുണ്ട്. അവരെ വ്യക്തമായി സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ ഇതിന് ന്യായീകരണം പറയുന്നത് എന്താ? ഇത്രയും ദിവസം തല മറക്കാതെ വന്ന കുട്ടി ഒരു സുപ്രഭാതത്തിൽ തല മറച്ചു വരുന്നു. എന്താ അങ്ങനെ ചെയ്യാൻ പാടില്ലേ? ഇത്രയും ദിവസം കള്ളു കുടിച്ച് നടന്ന വ്യക്തി, ആഭാസനായി ജീവിച്ച ഒരു വ്യക്തി ഒരു ദിവസം അത് നിർത്തുമ്പോ, അവൻ ഏത് മതത്തിലോ പെട്ടവനായിരിക്കട്ടെ, ഏത് വിശ്വാസിയോ ആയിരിക്കട്ടെ, അവൻ ഒരു ദിവസം മദ്യപാനം നിർത്തുന്നു. എന്നിട്ട് അവൻ ഇതുവരെ വിശ്വസിക്കുന്ന അവന്റെ വിശ്വാസങ്ങൾക്കനുസരിച്ച്, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് അവൻ വിശ്വസിക്കുന്ന അവന്റെ വിശ്വാസങ്ങൾക്കനുസരിച്ച് അവൻ പ്രാർത്ഥനയും കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അവനെ മാറ്റി നിർത്തുകയാണോ വേണ്ടത്? ഇത്രയും ദിവസം ആ കുട്ടി ധരിച്ചില്ല എന്നുള്ള മൊടന്ത് ന്യായം പറയുകയാണോ വേണ്ടത്? അപ്പോ ഇതിന്റെ പുറകിലൊക്കെ വ്യക്തമായ അജണ്ടകളുണ്ട്. ആ അജണ്ടകൾക്ക് വേണ്ടി ഇവരെയൊക്കെ പിപ്പിരി കയറ്റി വിടുന്ന പല ആളുകളും ഉണ്ടായിരിക്കാം. ഇവിടെ വളരെ വ്യത്യസ്തമാക്കുന്ന ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഈ യോഹന്നാൻ ക്ലീറ്റസ്, നമ്മുടെ മെത്രാപ്പോലിത്ത അച്ഛനുണ്ടല്ലോ, അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വളരെ വ്യക്തമായിക്കൊണ്ട്, യോഹന്നാൻ മെലിറ്റിയസ്, അധ്യാപകന്മാർക്കില്ലാത്ത എന്ത് യൂണിഫോം നിബന്ധനയാണ് കുട്ടികൾക്ക്? കഴുത്തിൽ കുരിശുമാല, നെറ്റിയിൽ കുങ്കുമം, കയ്യിൽ ഏലസ് ഒക്കെ നിരോധിക്കുമോ? ചോദിക്കേണ്ടതല്ലേ? ഈ പറയുന്ന പ്രിൻസിപ്പള് കരുത്തിൽ കുരിശുമാലയാ. അവിടെ ഇരിക്കുന്ന എത്രയോ അധ്യാപികമാര് സിന്ദൂരം അണിഞ്ഞിട്ടില്ലേ വന്നിരിക്കുന്നത്? എത്രയോ പേർ കുറി തൊട്ടിട്ടല്ലേ വന്നിരിക്കുന്നത്? തല മറക്കുന്നു എന്ന് പറയുമ്പോ ഇത്രമാത്രം ഹാലിളകുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എന്തായാലും നിങ്ങൾ ഈ കേരളത്തില് ഇവിടെ തല മറക്കുന്നത് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ അസ്വസ്ഥതകൾ കാരണം തന്നെയാണ് കേരളം വിടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അടികളും. ഈ ഓരോ അടികളും, നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അടികളും, ഈ കേരളം വിടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അടികളും നിങ്ങളുടെ ഉള്ളിലുള്ള ഈ വിഷം കാരണം തന്നെയാണ്. പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ അപലപിക്കാറുണ്ട്, ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയർത്താറുണ്ട്. പലപ്പോഴും ഈ പറയുന്ന ആളുകൾ ചെയ്യുന്നത്, ഒരുപക്ഷെ ഈ പറയുന്ന തല്ലാൻ വരുന്ന സംഘപരിവാറിന്റെ ആളുകൾ പലപ്പോഴും ആരോപിക്കുന്നത് പോലെ നിർബന്ധിതമായിട്ട് പലപ്പോഴും പലതും ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാ. നിർബന്ധിതമായിട്ട് പാവങ്ങളായിട്ടുള്ള, പട്ടിണി പാവങ്ങളായിട്ടുള്ള, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത, ഭക്ഷണത്തിന് വകയില്ലാത്ത, വളരെയധികം ഈ താഴ്ന്ന രീതിയിൽ, മീൻസ് ഞാൻ ഫിനാൻഷ്യലി എന്നാണ് പറയുന്നത്,
ഈ ഫിനാൻഷ്യലി വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവരെ പല വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ട് അവരെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ജീവിതങ്ങളെ സ്വപ്നം കാണാൻ അവർക്ക് മുന്നിൽ സ്വപ്നങ്ങൾ എറിഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ നിർബന്ധിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മുന്നിൽ ഒറ്റ കണ്ടീഷൻ വെക്കുകയാണ്. നിങ്ങൾ പലതും മാറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്വപ്നങ്ങളെല്ലാം നിങ്ങളുടെ കൈ. അതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ നമ്മുടെ കേരളം വിട്ടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ കിട്ടേണ്ട രീതിയിൽ കിട്ടുന്നതും അകത്താകുന്നതും അഴി എണ്ണേണ്ടതൊക്കെ ഒക്കെ വരുന്നത്. ഈ അഴിയൊക്കെ എണ്ണുന്നതൊക്കെ അഴി എണ്ണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തെറ്റ് ചെയ്യാതെ നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്കതിലൊരു ചാരിതാർത്ഥ്യം ഉണ്ടാവുമായിരിക്കും. രണ്ടെണ്ണം മോന്ത കുറ്റിക അടിച്ച് പൊട്ടിക്കുമ്പോൾ ആ വേദന എന്താണെങ്കിലും സഹിക്കേണ്ടി വരുമല്ലോ. ഇതൊക്കെ ഈ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷം കൊണ്ട് നടക്കുന്ന ചില പുഴുക്കുത്തുകൾ ഈ പറയുന്ന ക്രൈസ്തവ സമൂഹത്തിലുണ്ട്. ഞാൻ എല്ലാ ക്രൈസ്തവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല. ഇവിടെ നിങ്ങളൊന്ന് ആലോചിക്കുക, കഴിഞ്ഞ സമയത്ത് ഈ പറയുന്ന ജാർഖണ്ഡില് ഈ പറയുന്ന കന്യാസ്ത്രീകൾക്കെതിരെ അക്രമം നടന്നപ്പോൾ കേരളത്തിന്റെ മനസാക്ഷി മനുഷ്യര് എല്ലാവരും ഒരു ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അതിന്റെ കൂടെ നിന്നില്ലേ? എന്നിട്ട് ഇപ്പോ ഈ കേരളത്തില് ഒരു കുട്ടി തലയിൽ തട്ടമിട്ട് വരുമ്പോ, തല മറച്ചു വരുമ്പോ അതിനെതിരെ വാളെടുക്കുകയാണ്. അധികാരവും സ്കൂള് നടത്തിപ്പും ഞങ്ങളുടേതാണ് സ്കൂള് എന്ന ഒരു ധാർഷ്ട്യത്തിന്റെ പുറത്തല്ല ഇത് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ ഈ കാര്യത്തിൽ നേരെ മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ കാര്യത്തെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂള്, ആ മാനേജ്മെന്റ് സ്കൂളില് ഒരു വിദ്യാർത്ഥി ഒരു ചന്ദനക്കുറി തൊട്ടു വരുന്നു. എന്നിട്ട് ആ സ്കൂൾ മാനേജ്മെന്റും അവിടുത്തെ പ്രിൻസിപ്പളും ഒക്കെ ഒരു തീരുമാനമെടുക്കുന്നു. ഇത് യൂണിഫോമിന് യോജിച്ചതല്ല, അതുകൊണ്ട് കുട്ടിയെ വെയിലത്ത് നിർത്തുന്നു, കുട്ടിയെ ശാസിക്കുന്നു, ഇത് ചെയ്യരുതെന്ന് കുട്ടിയോട് നിർബന്ധം പറയുന്നു. അപ്പോ എന്താ ഇവിടെ സംഭവിക്കുക? എന്നിട്ട് ആ കുട്ടി ഇത് ചെയ്യാൻ പറ്റാതെ കൊണ്ട് തന്റെ വിശ്വാസത്തിന്റെ ഭാഗമായ കുറി തൊടാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്കൂളിൽ നിന്ന് TC വാങ്ങി മറ്റൊരു സ്കൂളിലേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ എന്തായിരിക്കും ഇവിടുത്തെ ചർച്ചകൾ? ഇവിടുത്തെ ഇതിനോടുള്ള സമീപനം എന്തായിരിക്കും? നമ്മുടെ സമൂഹത്തിൽ എസ്പെഷ്യലി മാധ്യമങ്ങളിൽ വരുന്ന ചർച്ചകൾ എന്തായിരിക്കും ഇതിന്റെ ചർച്ചകൾ? ഞാൻ അതിന്റെ ചർച്ചകളെ കുറിച്ച് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് അല്ലേ? അപ്പോ ഇവിടെ ഇതൊക്കെയാണ് നടക്കുന്നത്. ചില പുഴുക്കുത്തുകൾ ഉണ്ട്. ആ പുഴുക്കുത്തിൽപ്പെട്ട ഒരാളാണ് ഈ പറഞ്ഞ പ്രിൻസിപ്പള്. ഈ പ്രിൻസിപ്പളും ഇതിന്റെ നടത്തിപ്പുകാരും ആരൊക്കെയോ എന്തൊക്കെയോ ആവട്ടെ. തല മറക്കുക എന്ന് പറഞ്ഞാൽ ശിവൻകുട്ടിയോട് പറയാനുള്ളത്, തല മറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻകുട്ടി ഇങ്ങനെ എവിടെയും അല്ലാതെ രണ്ട് തോണിയിലും കാല് വെക്കുന്ന പരിപാടി ശിവൻകുട്ടിക്ക് വേണ്ട. തല മറക്കുക എന്ന് പറഞ്ഞാൽ ശരീരം മൊത്തം മറക്കുക എന്നല്ല. തല മറക്കുക എന്ന് പറഞ്ഞാൽ തല മറക്കുക, അത്ര മാത്രമേ ഉള്ളൂ. എന്താണോ ആ വേർഡ് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് അതിന്റെ മീനിങ്ങും. അതുകൊണ്ട് ചെയ്യുന്നതും അത് തന്നെയാണ്. അപ്പോ ഇത്തരത്തിൽ ഈ പറയുന്ന ഈ വർഗീയതയുടെ വിഷവിത്ത് പാകുന്നത് ഈ പറയുന്ന മതത്തിന്റെ അടിസ്ഥാനമുള്ള ശിരോവസ്ത്രവും ഈ പറയുന്ന തിരുവസ്ത്രവും അണിഞ്ഞവർ തന്നെയാണ്. ഇവരുടെയൊക്കെ ജീവിതത്തിലും ഇവരുടെയൊക്കെ ശരീരത്തിലും ഈ മതത്തിന്റെ ചിഹ്നങ്ങളും അടയാളങ്ങളും കൊണ്ട് നടന്നുകൊണ്ട് ഇവര് പറയുന്നു ഇവർക്ക് ലഭിക്കുന്ന ആനുകൂല്യം മറ്റൊരു കുട്ടിക്ക് നൽകാൻ കഴിയില്ല എന്ന്.